ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളുമായിട്ട് തിരുവചനത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മെയ് മാസം ദൈവകൃപ ചലിക്കുന്ന ഒരു മാസമായി ഞാൻ ഡിക്ലെയർ ചെയ്യണം. മന്ത് ഓഫ് ഗ്രേസ്, 5-ാം മാസത്തെ ദൈവകൃപയുടെ മാസമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പകൽക്കാലം പ്രവചന ശബ്ദത്താൽ തന്നെ ഞാൻ റിലീസ് ചെയ്യുകയാണ്. കഴിഞ്ഞ 4 മാസവും കാണാത്ത ചില ദൈവകൃപയുടെ മാസമായി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, നിങ്ങളുടെ സകല മേഖലകളിലും ദൈവത്തിൻ്റെ കൃപയിൽ അധിവസിക്കുന്ന ദൈവകൃപ ഏറ്റവും അധികം നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന മാസമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ തുടക്ക മാസത്തിന്റെ തുടക്ക ദിവസത്തെ തന്നെ അറിയിച്ചുകൊണ്ട് ഒരു പുതിയ സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഈ മാസം മുഴുവനും 31 ദിവസവും ദൈവകൃപയെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. ബൈബിൾ ആസ്പദമാക്കി വെറും ചെറിയ മിനിറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ ഈ വചനത്തെ പറയുവാൻ സ്വർഗത്തിലെ ദൈവത്തെ ഞാൻ ആശ്രയം വയ്ക്കുന്നു. അതുകൊണ്ട് നേരിട്ട് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. അതിനാധാരമായി ഈ തുടക്ക മാസത്തിൽ ഏറ്റവും ശക്തമായ ഒരു തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഏറ്റവും ശക്തമായ ഒരു ദൈവവചനമാണ് മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു എന്ന് വെച്ചാൽ എൻ്റെ കൃപ നിനക്ക് മതി. ഒരു ദൈവകൃപയിൽ വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരേണ്ടതിനായി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നമ്മൾ എന്തൊക്കെ ആയാലും ദൈവത്തിൻ്റെ കൃപയിലാണ് വസിക്കുന്നതെന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഇതാ പൗലൂസിന്റെ ജീവിതത്തിൽ പൗലൂസ് അനുഭവിച്ച പല കാര്യങ്ങളും പറയണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പദം ഇവിടെ ഉച്ചരിക്കാനുള്ള പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ അവന്റെ മുമ്പിൽ വന്ന ഒരു ശൂലമാണ്. അവന്റെ മുമ്പിൽ വന്ന ഒരു ശൂലത്തെയാണ് അവൻ വളരെ വ്യക്തമായും ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിന്റെ തുടക്കവാക്യത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മുമ്പേ ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആ വെളിപ്പാടിന്റെ ആധിക്യത്താൽ നെഗളിച്ചു പോകാതിരിക്കേണ്ടതിന് വളരെ വ്യക്തമായിട്ടും എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അവൻ എനിക്കായി അനുവദിച്ചു. ചില വേദനകൾ, ചില പ്രയാസങ്ങൾ, ചില നിന്ദകൾ, ചില പരിഹാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴായി നമ്മൾ പതറിപ്പോകാറുണ്ട്. പക്ഷെ ഇന്ന് പകലിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇവിടെ ദൈവം അനുവദിച്ച ചില വേദനകളിലൂടെ അവൻ കടന്നു പോകുന്നുണ്ട്. പൗലൂസ് പറയുകയാണ്, ഈ ശൂലം ഒന്ന് മാറ്റിത്തരണം. പക്ഷെ സ്വർഗം പറയുന്നു, ശൂലം മാറ്റത്തില്ല, വേണമെങ്കിൽ എന്റെ കൃപ നിനക്ക് തരാം. അങ്ങനെ 3 പ്രാവശ്യം എനിക്ക് ശൂലം മാറണം. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് എന്റെ കൃപ തരാം. 3-ാമതും പറഞ്ഞു, എന്റെ ശൂലം എനിക്കൊന്ന് മാറ്റിത്തരണം. പക്ഷെ സ്വർഗം വിളിച്ചു പറഞ്ഞു, ശൂലം മാറ്റത്തില്ല, പക്ഷെ എന്റെ കൃപ ഞാൻ നിനക്ക് തരാം. 4-ാം പ്രാവശ്യം അവൻ ചോദിച്ചില്ല. അവന് കാര്യം മനസ്സിലായി, എന്റെ ശരീരത്തിൽ ഈ ശൂലം ഇരിക്കുമ്പോഴും എന്നെ നിർത്തുവാനും എന്നെ നിലനിർത്തുവാനും എന്നെ ഓരോ ദിവസം വഴി നടത്തുവാനും ദൈവത്തിന്റെ കൃപയാണ് ആവശ്യം. ആ കൃപയിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏതൊക്കെ വിഷയം വന്നാലും ആ വിഷയത്തെ ഓവർകം ചെയ്യുവാൻ എന്റെ ദൈവത്തിന്റെ കൃപ എനിക്ക് സാധ്യമാണ്. അത് അസാധ്യമാണ് ആ ദൈവകൃപ. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തെ നോക്കി നീ വിലപിക്കരുത്. നിന്റെ വിഷയത്തെ നോക്കി നീ പരിതപിക്കരുത്. നിന്റെ ഓരോ സങ്കട അവസ്ഥകളെ നോക്കി നീ പിറുപിറുക്കരുത്. ശൂലം നിന്റെ മുമ്പിൽ ഇരിക്കട്ടെ. ഇവിടെ പൗലൂസ് പറയുന്നത്, ശൂലം മാറണ്ട, ശൂലം മാറണ്ട, പക്ഷെ നിന്റെ കൃപ എനിക്ക് വേണം. എന്തിനെന്നറിയാമോ? വളരെ വ്യക്തമായി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ബലഹീനതയിൽ നിന്റെ ശക്തി നശിച്ചു പോകുമ്പോൾ, നിന്റെ ശക്തി ത്യജിച്ചു പോകുമ്പോൾ, നിന്റെ ബലഹീനതയിൽ നിനക്ക് തികഞ്ഞു വരുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഈ മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, പ്രിയ അഭിഷിക്തന്മാരെ, സഹോദരങ്ങളെ, കൂടപ്പറപ്പുകളെ, നമുക്ക് ദൈവകൃപയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ക്രിസ്തു ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപയിൽ മറയുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് പകലിലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശൂലം അവിടെ ഇരിക്കട്ടെ. ആ ശൂലം ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപയിൽ
വസിക്കുവാൻ, ജീവിക്കുവാൻ, നടക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ആ ദൈവിക സ്വാതന്ത്ര്യത്തെ നമ്മൾ സ്വായത്തമാക്കുവാൻ ഈ മാസത്തിന്റെ ആരംഭ ദിവസത്തിൽ നിങ്ങൾക്കും എനിക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ദൈവത്തിന്റെ കൃപയിൽ വസിക്കുന്ന ഒരു തലമുറയായി, ഒരു സഭയായി, ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. May God bless you. Jesus loves you.